നിങ്ങള് പ്ലാസ്റ്റിക് കത്തിക്കുന്നോ? പ്ലാസ്റ്റിക് ഇങ്ങനെ കളയല്ലേ? പ്ലാസ്റ്റിക് എടുക്കാൻ പറ്റില്ലേ? അവർ കൊടുക്കുകയല്ലേ ചെയ്യുന്നത് പ്ലാസ്റ്റിക്? അതെ അതെ. നിങ്ങൾ കത്തിക്കും എന്തെങ്കിലും ചെയ്യുന്ന പ്ലാസ്റ്റിക്? പാമ്പേഴ്സിന്റെ അത് കളഞ്ഞിട്ട് അത് കത്തിക്കില്ല. വേറെ പ്ലാസ്റ്റിക് ഇല്ല അങ്ങനെ കത്തിക്കില്ലല്ലോ. അത് എങ്ങനെ പരാതി വന്നേന്ന് അറിയില്ല. നിങ്ങൾ ആരാ തന്നേന്നൊന്നും നമുക്ക് ഇപ്പൊ പറയാൻ കഴിയില്ല. ചിലപ്പോ നിങ്ങളുടെ പരിസരത്തുള്ളവരായിരിക്കും. ഇവിടെ നിന്ന് ഒരു പ്ലാസ്റ്റിക് ഇങ്ങനെ കത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പരാതി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞപ്പോ ഇവിടെ നിങ്ങളിൽ ഇപ്പൊ നിൽക്കുന്നത്. അതെ അതെ അതെ. അവര് വേറെ ആരാ ഇവിടെ അവരാരെങ്കിലും കത്തിച്ചിട്ട് അങ്ങനെ ഒന്നും ഉണ്ടോ? ഇല്ല, നമ്മളെങ്ങനെയാ കൊടുക്കല്. ഇപ്രാവശ്യം കൂടിയിട്ട് പറഞ്ഞു പ്ലാസ്റ്റിക് എന്താ കൂടുതലെന്ന് പറഞ്ഞിട്ട്. അല്ല അങ്ങനെയാണ് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കത്തിക്കാണ്ടെങ്കിൽ ഇപ്പൊ പരാതി പറയുന്നു. അങ്ങനെ ഈ പ്ലാസ്റ്റിക് കത്തിക്കുന്നത് ഇപ്പോൾ ഒരു 3-5 വർഷമായിട്ട് നമുക്ക് അറിയാലോ കത്തിക്കാൻ പാടില്ല, ലീഗലായിട്ടുള്ളൊരു കാര്യമാണല്ലോ. അപ്പൊ അതിനിപ്പോ പഞ്ചായത്തില് വരണം അതിനൊരു ഇപ്പൊ വരണം അല്ല ഇപ്പൊ വരണ്ട, അതിനവര് നോട്ടീസ് അയക്കും ഇങ്ങോട്ട് വരാനുള്ളത്. അങ്ങനെ പൈസ ഒന്നും കൊടുക്കും. അങ്ങനെ ഒരു 8-10,000 രൂപയോളം നമ്മളിപ്പോ പിഴ അടക്കേണ്ടി വരും. അങ്ങനെ ആയിരിക്കുമല്ലോ. അല്ല ഞങ്ങൾ ഹസ്ബൻഡിന്റെ ഇതിൽ നമ്മൾ അയച്ചിട്ടുണ്ടായി. അവരെ ഇതിലാണല്ലോ വരുന്നത്. നമുക്ക് അവര് കിട്ടിയില്ല. അപ്പൊ അത് ഡയറക്റ്റ് വീട്ടിലേക്ക് വന്നത്. കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ അവരുടെ ആണല്ലോ. പക്ഷെ അതിപ്പോ കണക്കും അറിയില്ലല്ലോ കത്തിക്കുന്നുള്ളത്. അപ്പുറം ഇപ്പുറം കാണുന്നില്ലേ? ഇപ്പൊ നിങ്ങളെ അപ്പുറവും ഇപ്പുറവും ആരെങ്കിലും കൊടുത്തതായിരിക്കാം. പക്ഷെ നമുക്കറിയില്ലല്ലോ. നമുക്ക് അവിടെ പരാതി വരുന്ന പോലെയല്ലേ ഇവിടെ വന്നിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അപ്പുറമുള്ളവർ ഇപ്പുറമുള്ളവർ അങ്ങനെ പറഞ്ഞാൽ അറിയില്ല. അത് പറയാൻ പറ്റില്ല. ചിലപ്പോ അത് കത്തിച്ചതായിരിക്കാം ചിലപ്പോ അവര് പറഞ്ഞിട്ടുണ്ടാവാ. അതിന്റെ ജെല്ലി ടൈപ്പിനാണ് എടുത്ത് വെച്ച് അത് ഞാൻ ഇപ്പൊ ഇതാ അവിടെ കുഴിച്ചിട്ടിട്ടുള്ളത്. അത്ര പോലും ഞാൻ പാമ്പേഴ്സ് കത്തിക്കയില്ല. ഇപ്പൊ നമുക്ക് ഇതിനിപ്പോ വേറെ തെളിവോ കാര്യങ്ങളോ ഒന്നും വേറെ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഞാനിവിടെ വന്നു, നേരത്തെ കാര്യം സംസാരിച്ചു. നിങ്ങൾ പറയുന്നത് എനിക്കിപ്പോ അവിടെ കാണിച്ചു കൊടുക്കാം. അങ്ങനെ അവര് പറയുന്നത് അവർ ചെയ്തിട്ടില്ല എന്നുള്ളത്. പക്ഷെ അത് എത്രത്തോളം ഇതാണെന്നറിയില്ല. എന്തായാലും നിങ്ങൾ നേരിട്ട് വന്നിട്ട് സംസാരിക്കുക. പിഴ അടച്ചിട്ട് തന്നെ ചെയ്യേണ്ടി വരും. പഞ്ചായത്തിന്റെ കാര്യമാണല്ലോ. അപ്പൊ പിന്നെ ചെയ്യേണ്ടി വരും ചിലപ്പോ. അറിയില്ല എങ്ങനെയാന്നുള്ളത്. നമുക്ക് എന്തായാലും വരിക അന്നേ. ഇപ്പൊ വരാനിപ്പോ നിങ്ങളാണല്ലോ ഇവിടെ ഉള്ളത്. ഹസ്ബൻഡ് ഇവിടെ ഇല്ലല്ലോ, നാട്ടിലില്ലല്ലോ. പിന്നെ നിങ്ങൾ തന്നെ വരണം. നമ്മൾ നേരിട്ട് വന്നേ അതുകൊണ്ടാണ്. അപ്പൊ അവരുണ്ടെങ്കിൽ അവരുടെ നമ്പറിൽ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് അവർ വന്നാലും മതിയാവും. പക്ഷെ ഇനിയിപ്പോ നിങ്ങൾ തന്നെ വരണം. വന്നിട്ട് ഈ ഒരാഴ്ച എപ്പോഴാ വരാൻ നിങ്ങൾക്ക് എപ്പോഴാ വില്ലിങ് ആവുന്നതെന്ന് വെച്ചാല് അവർ വിളിക്കും. പഞ്ചായത്തിന് വിളിച്ച് കഴിഞ്ഞാൽ ഒന്ന് എടുത്താൽ മതി. നിങ്ങളുടെ നമ്പർ ഒന്ന് പറയോ? ഹാപ്പി ബർത്ത്ഡേ. ആരാ തന്നറിയാ? ആര് തന്നിട്ടുണ്ടാവാ? പരാതി ആരോ കൊടുത്തിട്ടുണ്ടെന്ന് അറിയാൻ പറഞ്ഞു. അങ്ങനെയുണ്ട്. ആദ്യമായിട്ട് കിട്ടുന്ന സർപ്രൈസ് ആണെന്ന് തോന്നുന്നല്ലേ? ചേച്ചിങ്ങനെ ഹാപ്പി അല്ലേ? ഞാൻ കൊടുത്തേ കത്തിക്കുന്ന കൊടുത്തേ.